ഒറ്റ മൂച്ചിനടുത്ത് കിണറ്റിൽ ചാടിക്കഴിഞ്ഞാൽ 10 മൂച്ചിന് തിരിച്ചു കയറാൻ പറ്റത്തില്ല. ഇങ്ങനൊരു ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഞാൻ ചാലക്കുടിയിലെ ബാങ്ക് റോബറിയായി ബന്ധപ്പെട്ട റിജോ ആൻ്റണി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാർത്ത കേട്ട സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന കാര്യമാണ്. അതായത് ഭാര്യ അത്രയും വിശ്വാസത്തിൽ അയാൾക്ക് അയച്ചു കൊടുത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ പൈസകൾ മൊത്തം ഈ പറയുന്ന ആഡംബര ജീവിതം നയിച്ചുകൊണ്ട് ദൂർത്തടിച്ച സമയത്ത് അയാൾ വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യയെപ്പോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. അപ്പം സ്വന്തം കുടുംബത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കൃത്യമായിട്ട് മറ്റൊരു ദേശത്ത് നിൽക്കുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും അറിഞ്ഞൊരു വ്യക്തിയായിരുന്നിട്ട് പോലും ആ ഭാര്യയെടുത്ത് കുറച്ചെങ്കിലും എന്തെങ്കിലും സ്നേഹമോ അല്ലെങ്കിൽ വിശ്വാസമോ ഉണ്ടായിരുന്നെങ്കിൽ, കൃത്യമായിട്ട് സത്യസന്ധത എന്ന് പറയുന്നൊരു കാര്യം അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊരു പോക്രിത്തരം കാണിക്കത്തില്ലായിരുന്നു. അതിലപ്പുറത്തേക്കൊന്ന് ആലോചിക്കുക, അയാൾ ചെയ്ത മന്ദോത്തരം എന്ന് പറയുന്നത്. ഭാര്യ നാട്ടിലേക്ക് വരുവാണ്, അപ്പം ഭാര്യ അയച്ചെന്ന പൈസയ്ക്ക് കണക്ക്, എല്ലാ കാര്യങ്ങളും, ഇത്രയും കടം ഉണ്ടാക്കിയത്, ഇതെല്ലാം തീർക്കാൻ വേണ്ടി ഒറ്റയടിക്ക് ചെയ്ത സമയത്ത് ഭാര്യയുടെ വായിലിരിക്കുന്ന ചീത്തയേക്കാളും അയാൾക്ക് നന്നായിട്ട് തോന്നിയത് ഈ പറയുന്ന ഇനിയുള്ള കാലം ഈ ജയിൽ ജീവിതം അനുഭവിക്കുന്നതാണെന്ന് തോന്നുന്ന സമയത്താണ് ഇത്രയും മന്ദബുദ്ധിയായിരുന്നു ഇയാളെന്ന് ആലോചിച്ചു പോകുന്നത്. ആ കുട്ടികളുടെ ഭാവി പോലും ചിന്തിക്കാത്ത ഇതുപോലുള്ള പോഴന്മാരെയൊക്കെ എന്താ പറയുന്നത്. പക്ഷേ ആണായാലും പെണ്ണായാലും ഇനിയെങ്കിലും ചിന്തിക്കേണ്ട കാര്യം, ഒരുപാട് പേര് ഇതുപോലെ സ്വന്തം നാട്ടിലായാലും വിദേശത്തായാലും കുടുംബത്തിന് വേണ്ടിയിട്ട്, കുടുംബം നന്നാവട്ടെ എന്ന് എഴുതിയിട്ട് സ്വന്തം ജീവിതം ഹോമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എല്ലാ പ്രാരാബ്ധങ്ങളും നീക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് അവർക്കെല്ലാം സമ്പാദിച്ചു കൊടുത്തതിന് ശേഷം നാട്ടിലെത്തുന്ന സമയത്ത് സുഖമായി കഴിയാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ആളുകൾ ഒരുപാട് മാറിപ്പോയി, ആളുകളുടെ സ്വഭാവ രീതികൾ ഒരുപാട് മാറിപ്പോയി. അതുകൊണ്ട് തന്നെ ഇനി എത്ര വലിയ ബന്ധങ്ങളെന്ന് കഴിഞ്ഞാലും സ്വന്തം ജീവിതത്തിലേക്ക് കുറച്ചെങ്കിലും സമ്പാദ്യമായി മാറ്റി വെച്ചിട്ട് വേണം ബാക്കിയുള്ളവരുടെ ജീവിതവും കൂടി താങ്ങാൻ പോവാനായിട്ട്.